Hello everyone, welcome back to our channel friends. Naseem. ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിക്സഡ് സിനിമയാണെന്ന് പറയാം. അതായത് ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഇമോഷണൽ സീൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാറുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൂടി കലർത്തിയിട്ടുള്ള മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. ആ ഒരു മിക്സിങ്ങിൽ നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. മെയിനായിട്ട് ഞാൻ ഈ ഒരു സിനിമ എന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെയുള്ള ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സിനിമയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 റിലീസ് ചെയ്തിട്ടുള്ള ഒരു കൊറിയൻ സിനിമയാണ് വെൽക്കം ടു ഡോങ് മക് ഗേൾ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആക്ഷൻ, കോമഡി, വാർ, അതുപോലെ തന്നെ ഇമോഷണൽ സീൻസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 1915 നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു സമയത്ത്, അതായത് ഈ ഒരു സൗത്ത് കൊറിയ എക്സ്പെഷ്യലി എപ്പോഴത്തെ പോലെ തന്നെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോർത്ത് കൊറിയയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ആ ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു 5 പേരുണ്ട്. അതായത് ഒരു ടീമിൽ നിന്ന് നോർത്ത് കൊറിയയുടെ ഒരു ടീമിൽ നിന്നും അതുപോലെ തന്നെ ഈ ഒരു സൗത്ത് കൊറിയയുടെ ടീമിൽ നിന്നും രക്ഷപ്പെട്ട് വരുമ്പോൾ ഇവർ തമ്മിൽ കാണുന്നില്ല. സോ ഇവരിങ്ങനെ രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒരു മലയോര ഗ്രാമം, ഒരു കാടിനുള്ളിലുള്ള ഒരു ഗ്രാമം, ആ ഒരു ഗ്രാമത്തിലേക്ക് ഇവർ വന്ന് പെടുന്നതും ആ ഒരു ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു ഫാമിലി, ഇങ്ങനെ ഒരു കുടുംബമായിട്ട് ഇത്രയും ആൾക്കാർ ജീവിക്കുന്നു, ഒരു ഗ്രാമം കണക്ക് ആൾക്കാർ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമൊന്നും സത്യത്തിൽ ഈ ഒരു നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും അറിയില്ല. സോ ഇവർ അവിടെ വരുന്ന സമയത്ത് അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അമേരിക്കൻ പൈലറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പൈലറ്റിനെ ഇവർ സംരക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പൈലറ്റ് വിമാനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഒരു ഗ്രാമത്തിൻ്റെ അവിടെ ഈ ഒരു വിമാനം ക്രാഷ് ആവുന്നതും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പൈലറ്റിന് ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതാണ് ഇവർ കാണിക്കുന്നത്. സോ അങ്ങനെ അവർ വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ടീമിലുള്ള ഈ ഒരു നോർത്ത് കൊറിയയിലുള്ള പട്ടാളക്കാരുണ്ട്, സൗത്ത് കൊറിയയിലെ പട്ടാളക്കാരുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു ആക്ഷനും ഒരു വൈരാഗ്യം, ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ പരസ്പരം ഇങ്ങനെ തോക്കെടുത്ത് ചൂണ്ടുന്നതും അങ്ങനെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീൻസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്തും ചെറുതായിട്ട് ഇമോഷണലും അതുപോലെ തന്നെ ഈ ഒരു ആക്ഷനും അതുപോലെ തന്നെ ചെറിയ കോമഡിയൊക്കെ അതിനകത്തും ഇവർ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ടൈമിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിലുള്ള അടിയൊക്കെ കുറച്ച് പതിയായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ തന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ഡോങ് മക്കോൾ എന്ന് പറയുന്നതാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര്, മക് ഗോൾ എന്ന് പറയുന്നതാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഓക്കെ, അവർ തമ്മിലുള്ള ഒരു ആക്ഷനും അതുപോലെ തന്നെ ഒരു വഴക്കും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവർ തന്നെ ഇങ്ങനെ വഴക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊരാളുടെ കയ്യിലൊരു ബോംബുണ്ടായിരുന്നു. ആ ഒരു ബോംബ് വന്ന് പൊട്ടുന്ന ഒരു ചെറിയൊരു വൈക്കോലൊക്കെ വെച്ച് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, ആ ഒരു ഇവരുടെ ഒരു ഭക്ഷണമൊക്കെ ശേഖരിച്ച് വെക്കുന്നത്. അതായത് ഇവർ മെയിനായിട്ട് കൃഷി ചെയ്ത് കിഴങ്ങ് വർഗ്ഗവും അതുപോലെ തന്നെ ഈ ഒരു അരിയൊക്കെ കൃഷി ചെയ്ത് അങ്ങനെ അതിൽ നിന്നാണ് ഇവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണക്ക് അങ്ങനെയാണ് ആ ഒരു ഗ്രാമത്തിനുള്ളിലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവർ അടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങളാണ് ഈ ഒരു ബോംബ് വീണ് പൊട്ടിത്തെറിക്കുന്നത്. അതിനുവേണ്ടി ഇവർ വീണ്ടും പഴയ കണക്ക് ഒന്നേന്ന് തുടങ്ങുന്നുണ്ട്. അതിനുവേണ്ടി ഇവർ ഈ ഒരു പട്ടാളക്കാരെ ഒന്നും എതിർക്കുന്നില്ല. ബട്ടെങ്കിലും ഇവർ വീണ്ടും ഈ ഒരു കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഓക്കെ നമ്മൾ കാരണമാണല്ലോ ഈ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞ് ഈ ഒരു പട്ടാളക്കാരൊക്കെ പരസ്പരം ഒന്നിക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരൊന്നിച്ച് ഈ ഒരു കൃഷി ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ സഹായിച്ച് ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സിനിമയിൽ വണ്ടർഫുള്ളായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മെൻ്റൽ ഡിസോർഡർ ഒരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മൂവിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റൊക്കെ വണ്ടർഫുള്ളായിട്ട് നമുക്കത് മനസ്സിലാവും. ആ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടി പകുതിയിൽ വെച്ച് മരിച്ചു വന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വന്ന പട്ടാളക്കാരുടെ അല്ല, അവിടെ താമസിക്കുന്ന പട്ടാളക്കാരുടെ അല്ല, വെളിയിൽ നിന്ന് വരുന്ന പട്ടാളക്കാരുടെ കൈ കൊണ്ട് ഈ ഒരു പെൺകുട്ടി മരിച്ചു വന്നതും അത് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനെ അതിനുശേഷം ഈ ഒരു പട്ടാളക്കാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പട്ടാളക്കാർ ഈ ഒരു ഗ്രാമത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ആ പെൺകുട്ടിയെ കൊന്ന ആ ഒരു പട്ടാളക്കാരെയും അതുപോലെ തന്നെ മറ്റു പട്ടാളക്കാരെയും എതിർക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ ഇറങ്ങിത്തിരിക്കുന്നതും ആ ഒരു ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതുമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അത് നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫിയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഷോട്ടോട് കൂടിയ ഒരു സിനിമാറ്റോഗ്രഫിയിൽ വണ്ടർഫുള്ളായിട്ടുള്ളൊരു സീൻ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇവർ ഈ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആ ഒരു നേച്ചറിനെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിനെയും ആ ഒരു കാട്ടിനുള്ളിൽ അവർ താമസിക്കുന്ന ആ ഒരു ഫുൾ വണ്ടർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് ഉള്ളിലേക്ക് ഇമ്പാക്റ്റ് തരുന്നതിനോടൊപ്പം തന്നെ ഒരു പന്നിയെ അവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് ഒരു പന്നി അറ്റാക്ക് ചെയ്യുന്ന സീൻ ഒരു പ്രത്യേക ഒരു ഷോട്ടിലേക്കാണ് പിടിച്ചിട്ടുള്ളത്. വണ്ടർഫുള്ളായിട്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ കൂടെ ഇവരൊരു BGM ഒക്കെ കിട്ടുന്നതിനെ പൊലിപ്പിച്ച് നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വണ്ടർഫുള്ളായിട്ട് ആ ഒരു സിനിമാറ്റോഗ്രഫി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഇതിനകത്ത് കാണിക്കുന്ന ആ ഒരു BGM ആവട്ടെ, അതുപോലെ തന്നെ അതിൻ്റെ സിനിമാഗ്രാഫി ആവട്ടെ, വിഷ്വൽ എഫക്ട്സ് ആവട്ടെ, അതുപോലെ തന്നെ ഒരു പ്ലേസ് ആവട്ടെ, അവരുടെ ആ ഒരു ക്യാരക്ടർ ആവട്ടെ, അതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഈ ഒരു സിനിമയിൽ ഉണ്ടാക്കുന്നുണ്ട്. എക്സ്പെഷ്യലി എനിക്ക് മറ്റൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് നമുക്ക് ഈ ഒരു മനുഷ്യരുടെ ആ ഒരു വൈരാഗ്യവും അതുപോലെ തന്നെ ഒരു മനുഷ്യരെന്താണ്, അവരുടെ സ്നേഹം എന്താണ്, അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ ലോകത്ത് നമ്മൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയിൽ നമ്മൾക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പരസ്പര നാടുകളുടെ ഒരു തർക്കവും വൈരാഗ്യവും അതൊക്കെ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്നേഹമെന്നും യഥാർത്ഥ സ്നേഹം എന്താണെന്നുള്ളതൊക്കെ ഒരു ബന്ധങ്ങളുടെ വില എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി നല്ലൊരു ഇമ്പാക്റ്റ് നൽകുന്ന നല്ലൊരു വണ്ടർഫുൾ ആയിട്ടൊരു സിനിമ തന്നെയാണ് വെൽക്കം ടു ഡോങ് മക്കോൾ എന്ന് പറയുന്ന ഈ ഒരു കൊറിയൻ 2005 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടുവെക്കുക. ഇതിനകത്ത് കുറവെന്ന് പറയാൻ ഒന്നും തന്നെയില്ല, കൂടുതലായിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്, വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ഇമോഷണൽ സീൻസുകളുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് മനസ്സിനൊരു കുളിർമ തരുന്ന കോമഡി സീൻസുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവസാനം നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ താമസിച്ച പോലത്തെ ഒരു ഫീലാണ്. നമുക്ക് ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന കണക്കത്തൊരു 2 hours അതുപോലെ തന്നെ ഒരു 15 minutes കണ്ട ഈ ഒരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ അത്രയും നേരം നമ്മൾ ആ ഒരു ഗ്രാമത്തിലായിരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് ഈ ഒരു സിനിമയിൽ ഒന്നും തന്നെ തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ സബ് ടൈറ്റിൽ ഇട്ടല്ലായിരുന്നു കണ്ടത്, അതുകൊണ്ട് എനിക്ക് എന്താണെന്നുള്ളത് പറയാൻ കഴിയില്ല. അതിൻ്റെ നെഗറ്റീവ്നെസ് ഒന്നും എനിക്ക് മറ്റു രീതിയിൽ പറയാൻ കഴിയില്ല. സോ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു വെൽക്കം ടു ഡോങ് മക്കോൾ എന്ന് പറയുന്ന ഈ ഒരു കൊറിയൻ സിനിമ 2005 റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കാം. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് വെൽക്കം ടു ഡോങ് മക്കോൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഓക്കെ, ഈ ഒരു സിനിമയുടെ ഒരു റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7.5 ഞാൻ കൊടുക്കുന്നുണ്ട് 10-ന്. അത്രയും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കൊറിയൻ മൂവിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അണ്ടിൽ ദൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. സ്റ്റേ സേഫ്. എല്ലാവരും ഈ ഒരു സിനിമ കാണാത്തവർ ഉറപ്പായിട്ടും കണ്ടുപോകുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് എക്സ്പെഷ്യലി കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ഒരു തവണ ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കിയിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ബൈ എവരിവൺ. ലവ് യു ആൾ.